എന്താ മുഖത്തൊരു തെളിച്ചമില്ലായ്മ? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഈവനിങ് വ്ലോഗ് ആട്ടോ കാണിക്കുന്നത്. ഒരു വൈകുന്നേരത്തെ വിശേഷങ്ങൾ, അതിൽ സ്നാക്സും അതുപോലെ തന്നെ ഡിന്നറിൻ്റെ റെസിപ്പിയൊക്കെ കാണിക്കുന്നുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ ഒരു ഹെൽത്തി ഡിന്നറിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ തന്നെ എല്ലാവരും കാണാം, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അതുപോലെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കേശ വരുന്നതോടു കൂടിയാണ് എൻ്റെ ഈവനിങ് സ്റ്റാർട്ടാവുക. അപ്പോൾ ഓൾ വന്നിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ പിന്നെ ബുക്കും ബാഗും അതേപോലെ സാധനങ്ങളൊക്കെ ഞാൻ ഓളെ കൊണ്ട് തന്നെ കേട്ടോ എടുത്ത് വെപ്പിക്കാം. അപ്പോൾ അതിലൊന്നും ആരും മോശം വിചാരിക്കേണ്ട. കാരണം നേരത്തെ പറയുന്ന പോലെ തന്നെ LKG UKG മൊത്തം ഞാൻ അവർക്ക് എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നും ഓളെ കൊണ്ട് ചെയ്യിപ്പിക്കലില്ല. അപ്പോൾ അത് അവർക്കൊരു പാടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവരെന്നെ തന്നെ ചെയ്യാൻ പഠിക്കണം ഓരോന്നും. അപ്പോൾ കുട്ടികളെ കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കട്ടോ. അത് കഴിഞ്ഞത് ഓൾ ഫ്രഷ് ആവാൻ പോയിട്ടുണ്ട്. അപ്പോഴത്തേക്കാണ് ഞാൻ സ്നാക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കല്. ഓൾ ഫ്രഷായി വരുമ്പോഴത്തേക്കാണ് ചായ, ചിലപ്പോൾ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കും, ചിലപ്പം എന്തെങ്കിലും ബേക്കറി ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നിതാ ഇതുപോലെ ഈ കാണുന്ന പോലെ കുറച്ച് ബ്രെഡ് ബാക്കിയുണ്ട്. അത് വിചാരിച്ചു അതുകൊണ്ട് നമ്മൾ ബ്രെഡ് പൊരിക്കല്ലോ, ബ്രെഡ് വാട്ടുക എന്നൊക്കെ പറയും, ഫ്രഞ്ച് ടോസ്റ്റ്, അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എന്നും അത് തന്നെയല്ല ഉണ്ടാക്കില്ല. അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ടൊരു ബ്രെഡ് വെച്ചിട്ടൊരു കേക്ക് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാനിന്ന് ആ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈവനിങ്ങിന് പെട്ടെന്ന് സ്നാക്കായിട്ട് ഉണ്ടാക്കാനും ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ആ ബ്രെഡ് മൊത്തം ഒരു മിക്സിൻ്റെ ജാറിലേക്ക് പൊടിച്ചിടുകയാണ്. ഇതിപ്പോൾ ഒരു 5 ബ്രെഡോ 6 ബ്രെഡോ അങ്ങനെ എന്തോ ഉള്ളൂ കേട്ടോ, 5 ബ്രെഡാണ് തോന്നുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ മുട്ട പൊട്ടിച്ചിടാൻ പോവാണേ. അപ്പോൾ 3 മുട്ട കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു അരക്കപ്പിൽ താഴെ പാല്, അതൊന്ന് ബ്ലെൻഡായി വരാം അത്ര പാലിട്ടോ. അപ്പോൾ അത്ര ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഞാൻ ലോങ് ലൈഫ് മിൽക്കാണ് ഇപ്പോൾ എടുത്തത്. സാധാ മിൽക്ക്, സാധാ പാല്, മിൽമൻ്റെ പാലൊക്കെ ഉണ്ടാവുമല്ലോ, അത് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് 1-2 നുള്ള് ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ വാനില എസൻസ് വേണമെങ്കിൽ അത് ചേർക്കുക. ഒന്നുക്ക് 2 കൂടി ചേർക്കുക, അല്ലെങ്കിൽ ഏലക്കപ്പൊടിക്ക് പകരം വാനില എസൻസ് അങ്ങനെ ചേർക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ടേസ്റ്റ് വേണ്ടെന്ന് കരുതി ഏലക്കപ്പൊടി മാത്രമാട്ടോ ചേർത്തത്. ഇനി ആവശ്യത്തിന് വേണ്ട പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സോസ് പാന് ചൂടായതിന് ശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ആ നെയ്യിൽ അണ്ടി മുന്തിരി ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് ബ്രൗൺ കളർ ആയാൽ മതി കേട്ടോ, നല്ലോണം കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ച ആ ഒരു കൂട്ടും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ അതാ എന്ത് പണിയെടുക്കുമ്പോഴും ഇതാണ് അവസ്ഥ. ഇനി ഇത് തീ കുറച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റിൻ്റെ അടുത്തൊന്ന് വേവിച്ച് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കുക്കായി വരുമ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് സ്ക്യൂർ വെച്ചിട്ട് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ കൂടെ കുടിക്കാനായിട്ട് നല്ല കോഫിയും കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. കേശക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കോഫി. ഇനി അത് റെഡിയായി വന്നാൽ വേറൊരു ഫ്ലാറ്റ് തവ അല്ലെങ്കിൽ ഒരു പാനിലേക്ക് മറിച്ചിട്ടിട്ട് മേൽഭാഗം കൂടി ഒന്ന് മൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ അടിഭാഗം കുറച്ചധികം ബ്ലാക്ക് കളർ ആയിട്ടുണ്ട്, പക്ഷേ ടേസ്റ്റിനൊന്നും വ്യത്യാസമില്ല കേട്ടോ. അത് അടിയിൽ തീ കുറച്ച് കൂടി പോയതാട്ടോ. ഞാൻ തീ ഓണാക്കിയതിന് ശേഷം റേക്ക് ഒന്ന് കരഞ്ഞപ്പം ഒന്ന് റൗണ്ട് അടിച്ച് വന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം കാണുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ വേറൊരു വേർഷൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ താഴെ തന്നെ കമൻറ്റായിട്ട് അത് അറിയിക്കുക, എങ്ങനെയായിരുന്നു, ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഫോട്ടോസൊക്കെ അയച്ചു തരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തു തരാം കേട്ടോ. ഇനി ഇതാ ചായകുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം മുറ്റത്താണ് കേട്ടോ ഞങ്ങളുണ്ടാവുക. ഒന്നൊക്കെ തറവാട്ട് പോവും, അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ മുറ്റത്ത്
ഇങ്ങനെ വെറുതെ ഇങ്ങനെ സൈക്കിളോട്ടുക, പിന്നെ ഓരോ കൂടെ ബാക്കിൽ ഇങ്ങനെ നടക്കുക, അങ്ങനത്തെ ഓരോ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വേറെ കുറച്ച് പരിപാടിയും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. എനിക്കിഷ്ടമില്ലാത്ത പരിപാടിയാണ്, പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒന്നുമില്ല, ഗാർഡനിങ് ആട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, ഈ പ്ലാന്റ്സ് കാണാനേ ഇഷ്ടമുള്ളൂ, പക്ഷെ അതിനെ പരിപാലിക്കാൻ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അത്യാവശ്യം മിനിമൽ പ്ലാന്റ്സ് മാത്രമേ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളൂ. കാരണം അകത്താണെങ്കിലും മെയിൻ്റനൻസ് കുറവുള്ള പ്ലാന്റ്സ്, പുറത്താണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ മാക്സിമം മെയിൻ്റനൻസ് കുറവുള്ള ടൈപ്പ് പ്ലാന്റ്സാണ് ഞാൻ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഇത് കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ അധികമായിട്ട് ഇങ്ങനെ വളർന്നു പോയതും അതുപോലെ തന്നെ കുറച്ച് വാടി ചീത്തായതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാനുള്ളത്. പക്ഷെ എന്താണെന്നറിയില്ല, നമുക്കതിന് മനസ്സില്ലാ മനസ്സോടെ ചെയ്യാമെന്ന് പറയില്ല, ആ ഒരു രീതിയിലാട്ടോ. അപ്പോൾ എന്നെ പോലെ ഗാർഡനിങ്ങും പ്ലാന്റ്സും കെയർ ചെയ്യുന്നത് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ചെടിയൊക്കെ ഒന്ന് വെട്ടി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഗാർഡനിങ് സിസേഴ്സ് ഒന്നും ഇല്ല, നമ്മളെ സാധാ കിച്ചൺ സിസേഴ്സ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എവിടെയൊക്കെ എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് തോന്നുന്ന രീതിയിൽ ഇങ്ങനെ വളർന്നു നിൽക്കുന്ന കൊമ്പുകളൊക്കെ ഒന്ന് വെട്ടി ഒതുക്കുക ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഫൈനലായിട്ട് അത് വൃത്തിയായിക്കണോ ഇല്ല എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും. ഇനി അടുത്തതാണ് ഇതാ കാണുന്ന ചെടി. അതിൽ മൊത്തം ഉണങ്ങിയ ഇലകളാട്ടോ. പിന്നെ അത് ഒരു പൂവിടുന്ന ടൈപ്പ് ചെടിയാണ്. ഞാൻ സത്യം പറഞ്ഞത് കലാറ്റിയ പോലത്തെ പൂവിടാത്ത ടൈപ്പാണെന്ന് കരുതിയിട്ടാട്ടോ വെച്ചത്. പക്ഷെ അതിലൊരു ചെറിയ പൂ പോലെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതും വെള്ളം കിട്ടാതൊക്കെ ആയിട്ടോ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് തന്നെ മൊത്തത്തിൽ ഉണങ്ങി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഉണങ്ങിയ ഭാഗങ്ങളൊക്കെ ഒന്ന് വെട്ടി ഒതുക്കുകയാണ്. അതുപോലെ തന്നെ പുല്ലിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. പക്ഷേ അതുമ്മേൽ കൈവെക്കാനുള്ള ധൈര്യം എനിക്കില്ല കേട്ടോ. അത് വെട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോയിട്ടില്ല. പറ്റുന്ന രീതിയിൽ ചെടി ഇങ്ങനെ ഒതുക്കി കൊണ്ടുവരാം കേട്ടോ. ഇനി നമ്മുടെ സൈഡിൽ ഇതുപോലെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ, ഇങ്ങനെ അല്ലറ ചില്ലറ പച്ചക്കറിയൊക്കെ ആയിട്ട്. അപ്പോൾ അത് മൊത്തം കാട് പിടിച്ചിട്ടുണ്ട്. അതും കൂടി റെഡിയാക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്തോ പെട്ടെന്ന് ആ മൂടകൾ പോയി. അത് പിന്നെ ഒരു ദിവസം ഞാൻ റെഡിയാക്കേണ്ടി വരും. അപ്പോൾ ഇന്ന് ഏതായാലും അത് വെച്ച് അവസാനിപ്പിച്ച് ഞാൻ ഇലകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരിയിടാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എപ്പോഴും മുറ്റടിച്ച് വാരലില്ല. പിന്നെ നമ്മൾ അടിച്ച് വാരുകയാണെങ്കിൽ ഇതുപോലെ വൈകുന്നേരങ്ങളിലാട്ടോ ചെയ്യാം. അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച്. ക്യാമറ വെച്ചാൽ അപ്പോൾ ഓടി വരും കേട്ടോ. കേശ് ഇതുപോലെ ഓരോ കോപ്പറായിട്ട് കുറേയൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കുന്ന കേട്ടോ. ഇനി അതുപോലെ തന്നെ ഈ മുറ്റം അടിക്കാൻ ഇറങ്ങുന്ന സമയത്താണ് ഇതുപോലെ കട്ടൻ്റെ ഇടയിൽ പൊന്തിക്കുന്ന പുല്ലൊക്കെ ഞാൻ പറിച്ച് ഒഴിവാക്കൽ കേട്ടോ. മുറ്റടിക്കുന്നതിനിടയ്ക്ക് ചെയ്യുന്ന മറ്റൊരു കാര്യം കേട്ടോ, അതുപോലെ പുറത്തുള്ള മാറാലകൾ, പല്ലിക്കാട്ടം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തട്ടൽ, മതിലുള്ള ഗ്രില്ലിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചെടിയൊക്കെ വെട്ടിയിട്ട് ഇലയും മറ്റുള്ള സംഭവങ്ങളൊക്കെ കിട്ടിയപ്പം പിന്നെ സൈക്ലിംഗ് ഒക്കെ നിർത്തി അടുത്ത ആൾക്കാർ ഇവിടെ ചോറും കൂട്ടാനും വെച്ച് കളിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ ചോറും കൂട്ടാൻ എന്നൊക്കെ പറയാം, ചില സ്ഥലത്ത് കഞ്ഞിയും കറി എന്നൊക്കെ പറയും. എല്ലാവരും ചെറുപ്പത്തിൽ കളിച്ച കളി ഉണ്ടാവും അല്ലേ. അപ്പോൾ പിന്നെ ആ ഇലയും ഒക്കെ വെച്ചിട്ടാണ് പിന്നെ രണ്ടാൾക്കാർ ഇവിടെ ഭയങ്കര കളിയിലാണ്. ഇനി അവസാനമായിട്ട് ചെടികളൊക്കെ ഒന്ന് നനച്ചിടാൻ പോവാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഗ്രാസൊക്കെ വെക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവില്ലേ. എനിക്കും ആദ്യം തന്നെ കാണാൻ, ഞാൻ പറഞ്ഞ പോലെ തന്നെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, മെയിൻറ്റെയിൻ ചെയ്യാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ഈ ഗ്രാസ് ഇപ്പം എനിക്ക് നനയ്ക്കാൻ അത്യാവശ്യം നല്ല മടിയാട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, അതിൽ നിറച്ചും പൂച്ചക്കാട്ടാട്ടോ. പൂച്ച വന്നിട്ട് കാര്യം അവിടെ സാധിച്ചിട്ട് പോകും. എന്താണെന്നറിയില്ല, പൂച്ചക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് തോന്നണം. അപ്പോൾ അതിനെതിരെ എന്താ പറയുക, അങ്ങനെ പൂച്ചക്കാട്ടൊന്നും ഇല്ലാതൊക്കെ എന്തെങ്കിലും ടിപ്പാർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം എന്തായാലും നനച്ചല്ലേ പറ്റുള്ളൂ. അതാ പറഞ്ഞത്, നമുക്കിഷ്ടമില്ലെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ.
ഇനി അടുത്ത ഡിന്നർ പ്രിപ്പറേഷൻ ആട്ടോ. അപ്പോൾ ഇന്ന് ഡിന്നറിന് സിമ്പിളായിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാഗി സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഞാനിപ്പോൾ ലൂസാണ് എടുത്തത്. പല ബ്രാൻഡും നമുക്ക് അവൈലബിൾ ആട്ടോ. അപ്പോൾ ഓരോ ബ്രാൻഡിൻ്റെ ബാക്കിലും അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ആ രീതിയിൽ വേണം ചെയ്യാൻ. ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ 1 മിനിറ്റിൽ താഴെ, അതായത് ഒരു അര സെക്കൻഡ് അല്ല, ഒരു 30 സെക്കൻഡൊക്കെ ഇങ്ങനെ ഉപ്പിട്ട വെള്ളത്തിൽ കുതിർത്ത് വെക്കാൻ പോവാം കേട്ടോ. ഉപ്പിടുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതിലും കുറച്ച് കൂടുതൽ ഉപ്പിടുക കേട്ടോ. കാരണം നമ്മൾ ആ വെള്ളം ഊറ്റിക്കളയും. അതിൽ നിന്നുള്ള ഉപ്പ് കുറേശ്ശെ ആ ഒരു സേമിയയിലേക്ക് പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നുറുക്ക് സേമിയാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് സമയം വെള്ളത്തിലിട്ടാൽ മതി. കൂടുതലിട്ടാൽ ഒരുപാട് പൊടിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ എന്താ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഇന്ന് നമ്മൾ ഈ ഒരു റാഗി സേമിയ വെച്ചിട്ട് പുട്ടാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ റാഗിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതിൻ്റെ കൂടെ അതുപോലെ ഈ ഒരു കോണ്, ഇതൊരു 3-4 സ്വീറ്റ് കോൺസ് ഉണ്ടായിരുന്നു. ഞാൻ എടുക്കാൻ മറന്നു പോയിട്ട് അങ്ങനെ ഉടങ്ങി ചീത്തയായിപ്പോയി. ഈ ഒരു കഷ്ണം മാത്രം കേട്ടോ ബാലൻസ് ആയത്. അപ്പോൾ ഈ ഒരു കോണ് ഞാൻ അതിൻ്റെ കൂടെ ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റാഗി വെള്ളത്തിൽ നിന്ന് ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ഫൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാമതൊന്ന് പൊടിക്കേണ്ട ആവശ്യം വരുന്നില്ല. കുറച്ച് നീളമുള്ളതാണെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഇതുപോലെ അടിയിൽ കുറച്ച് തേങ്ങയും മേലെ നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള ആ റാഗി സേമിയയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിങ്ങനെ മോൾഡ് പോലെ തട്ടിയെടുക്കുകയാണ്. അപ്പോൾ അത് കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇത് സാധാരണ പുട്ടുകുറ്റിയിൽ പുട്ട് ചുടുന്ന പോലെ അങ്ങനെ തന്നെ ചുട്ടെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു വീഡിയോക്ക് ഒരു ഭംഗി ആയിക്കോട്ടെ, പിന്നെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പീസ് മതി, അതുകൊണ്ടും ഇതുപോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. സാധാരണ പുട്ട് പോലെ തന്നെ അതുപോലെ തന്നെ സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ കോണ് ഇതിൻ്റെ അടിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുട്ട് റെഡി ആകുമ്പോൾ തന്നെ കോണും അതിൻ്റെ കൂടെ റെഡി ആയിക്കോളൂ കേട്ടോ. ഇനി അതിൻ്റെ കൂടെ ഞാൻ സൂപ്പും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൂപ്പ് ഭയങ്കര ഹെൽത്തിയാണ്. പക്ഷേ ഈ ഒരു ഇൻസ്റ്റൻറ്റ് സൂപ്പ് മിക്സ് എത്രത്തോളം ഹെൽത്തിയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം നമുക്കറിയാം ഇൻസ്റ്റൻറ്റ് മിക്സിലൊക്കെ എങ്ങനെയായാലും അതിൻ്റേതായിട്ടുള്ള കെമിക്കൽസൊക്കെ ഉണ്ടാവും. പിന്നെ കേശയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സൂപ്പ്. അപ്പോൾ ഇടയ്ക്ക് ഞാനിതുപോലെ സൂപ്പ് ഉണ്ടാക്കി കൊടുക്കലുണ്ട്. നമ്മളിപ്പോൾ നൂഡിൽസൊക്കെ കഴിക്കുന്നില്ല, അതുപോലൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കലുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ നോറിൻ്റെ കപ്പ സൂപ്പ് പാക്കറ്റ് അങ്ങനെയാണ് വാങ്ങൽ. ഇതിപ്പോൾ കെയ എന്നുള്ളൊരു ബ്രാൻഡ് ലുലുമാളെന്ന് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ച് വയ്ക്കാതെ കേട്ടോ. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. സാധാരണ ആ നോറിൻ്റെ തന്നെയാണ് എനിക്ക് ഇഷ്ടമായിട്ട് തോന്നിയത്. അങ്ങനെ നമ്മൾ ഡിന്നർ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എപ്പോഴത്തെ പോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.